അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ ക്ലാസ്സുകൾ എടുക്കാനും കേൾക്കാനും പഠിക്കാനൊക്കെ നമുക്ക് സാധിച്ചു. ഇനിയും അല്ലാഹു തആല ധാരാളം പഠിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ ലൈവിൻ്റെ വിഷയം നമുക്കറിയാം. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ചെറിയൊരു പരീക്ഷ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഫലപ്രഖ്യാപനമാണ്. ഇൻഷാ അല്ലാഹ് ഏകദേശം 60ൻ്റെ മുകളിലായിട്ട് ആളുകൾ നമുക്ക് ആൻസർ അയച്ച് തന്നിട്ടുണ്ട്. അതിൽ ഏകദേശം 10ഓളം ആളുകൾ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അയച്ച് തന്നിട്ടുള്ളത്. അതിൽ 10ൽ 10 മാർക്ക് ലഭിച്ചവർ 25 ആളാണ്. നമ്മുടെ ഉത്തരങ്ങൾ, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുത്തസിലായിരുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മദ് ആരിലായിരുന്നു. തതഫക്കറൂൻ എന്നിടത്ത് വഖഫ് ചെയ്താൽ എന്താണ് നിയമം എന്നായിരുന്നു. തതഫക്കറൂൻ അവിടെ എന്താണ്? മദ് ആരിലാണ്. പക്ഷേ അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. ഒന്നാമത്തെ ളുഅഫാ, അവിടെ മദ് ഏതാണ്? മദ് മുത്തസിലാണ്. രണ്ടാമത്തെ തതഫക്കറൂൻ മദ് ആരിലാണ്. മൂന്നാമത്തെ യഅ്മുറുകും ബിൽ ഫഹ്ശാ. ജസ്റ്റ് ഒന്ന് പറയാതെ മാത്രം. സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാൽ മീമിൻ്റെ നിയമമാണ്. മീമിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫ ആണ്. നാലാമത്തത് മഗ്ഫിറതം മിൻ, അവിടെ തൻവീൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ബിഗുന്നയാണ്. പിന്നെ അഞ്ചാമത്തത് ഖൈറൻ കസീറ, തൻവീൻ്റെ ശേഷം കാഫ് വന്നാൽ ഇഖ്ഫ ആണ്. ആറാമത്തെ യഅലമുഹു എന്നത് അവിടെ നിർത്തുന്നില്ല എങ്കിൽ ആ ഹു എന്നത് എന്ത് ചെയ്യണം? നീട്ടണം എന്നായിരുന്നു അല്ലേ? പിന്നെ ഏഴാമത്തെ ഖൈറുല്ലക്കും, തൻവീൻ്റെ ശേഷം ലാമ് വന്നു. ഇദ്ഗാമും ബിലാവുന്നയാണ്. തൻവീൻ്റെ ശേഷം ലാമ് വന്നു. ലാമ് റാ വന്നാൽ എന്താണ്? ഇദ്ഗാമും ബിലാവുന്നയാണല്ലോ അല്ലേ? പിന്നെ എട്ടാമത്തെ ലൈസ അലൈക്ക്, ലൈസ എന്നുള്ളിടത്ത് അല്ലെങ്കിൽ അലൈക്ക് എന്നുള്ളിടത്ത് രണ്ടാമതൊരു സ്ഥലത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ മദ് ഏതാ വരിക? മദ് ലീനാണ്. കാഫിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള യാഇന് സുക്കൂൻ, അവിടെ അസിലിയായ സുക്കൂൻ അവിടെ ഉണ്ട്. അതിന് മുമ്പ് ഫത്ഹാണ്. ഇങ്ങനെ വരുന്ന സ്ഥലത്ത് മദ് ലീനാണ്. അതുപോലെ തന്നെ ഒമ്പതാമത്തെ ഹുദാഹും വലാക്കിൻ അല്ലേ? സുക്കൂനുള്ള മീമിൻ്റെ ശേഷം വാവ് വന്നാൽ എന്താ നിയമം എന്നായിരുന്നു. മീമിൻ്റെ നിയമമാണ് വാവ് അല്ലേ? മീമിൻ്റെ ശേഷം 26 അക്ഷരങ്ങൾ ഇദ്ഗാറിൻ്റെ അക്ഷരമാണ്. അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് വാവ്. വാവ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ഇൽഹാറാണ്. മദ് അവിടെയുള്ള ഹംസ, അത് എന്തിൻ്റെ ഹംസയാണ്? വസ്ലിൻ്റെ ഹംസയാണ്. ചേർത്തി ഓതുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല. ഇതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. അഥവാ ഈ ലൈവ് ഏതെങ്കിലും നിലക്ക് റേഞ്ച് ഇല്ലാത്ത പ്രശ്നം വരികയാണെങ്കിൽ ആരും വിഷമിക്കേണ്ട. ഇതിൻ്റെ വീഡിയോ കൃത്യമായിട്ട് സേവ് ആയിരിക്കും. ആ സേവായ വീഡിയോ എന്തായിരിക്കും? അത് നമ്മൾ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി 10ൽ 10 നേടിയ ആളുകൾ ഉത്തരം അയച്ചു തന്ന ആളുകളെ വായിക്കുകയാണ്. ഫാത്തിമ MM, റുക്കിയ അഷറഫ്, മൈമൂന കണിയാപുരം, ബദറുന്നിസ പെരുന്താറ്റിരി, അതുപോലെ തന്നെ താഹിറ MTP, ജസ്മി കൊടുങ്ങല്ലൂർ, ആയിഷാബി പൂവട്ടുംപാറ, സലീന ഷെരീഫ്, റുക്കിയ N, സക്കീന, ഷാദുലി ഹാജി മാട്ടൂല്, റസിയ ഈരാറ്റുപേട്ട, മുഹമ്മദ് അമാൻ പുതുശ്ശേരിയിൽ, സുബൈദ ഹംസ ചേരക്കോട്ട, റാഷിദ UAE, അഫ്സാന മയിലാട്ടുകോണം, ആമിന NA
ഖദീജ പുതുപ്പാടി, റന ഫാത്തിം എടത്തനാട്ടുകര, പിന്നെ ഷാഹിദ് സുബൈദ TP, പിന്നെ ഐദിൻ കണ്ണൂർ, സുഹൈൽ കതിരൂർ, ഫാത്തിമ നബീസ, റജീന ബീവി ആയൂർ, സാജിദ ഇരിങ്ങാട്ടിരി, റിയ KN മഞ്ചേരി, അമീന് എറണാകുളം, ഷാമില അബൂബക്കർ, അതുപോലെ തന്നെ നാസർ, ജസ്മിൻ ഷംസുദ്ദീൻ, ഖദീജ ജമാൽ, പിന്നെ ആയിഷ മിൻഹ വെട്ടലൂർ, താഹിറ M, അതുപോലെ തന്നെ പിന്നെ താഹിറ N, അത് 10-ൽ 8 മാർക്ക്. സുഫൈറ മാട്ടൂര്, പിന്നെ അതുപോലെ തന്നെ ജമീല മൊറയൂർ, ഫാത്തിമ തിരൂര്, പിന്നെ അതുപോലെ തന്നെ ഒരു നമ്പർ 976 എന്നുള്ള നമ്പർ പേര് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ സീനാന് സൈല BBMA പയ്യോളി, ഫാത്തിമ മാവൂര്, അതുപോലെ തന്നെ വേറൊരു നമ്പറുണ്ട് 154 എന്നുള്ള നമ്പർ. മുംതാസ് ജമാൽ, അതുപോലെ തന്നെ സക്കീന പാണ്ടിക്കാട്, നഫീസ KK, സുഹറ ബായാർ, സമീർ, അതുപോലെ തന്നെ ഷാഹിദ TP കണ്ണൂർ, ഹാജിറ ഷെരീഫ്, മുഹമ്മദ് പട്ടാമ്പി, ഷഹാന, ജാസ്മിൻ, അതുപോലെ തന്നെ ആമിർ സിയാൻ, അതുപോലെ തന്നെ നഫീസ താമരശ്ശേരി, ഫാത്തിമ, അതുപോലെ തന്നെ കുൽസു, പിന്നെ സമയം കഴിഞ്ഞതിന് ശേഷം അയച്ചെന്നവർ റിഹാനത്ത്, അതുപോലെ തന്നെ മുഹമ്മദ് ഹാഷിർ, ജസ്മി മുംതാസ്, ഫാത്തിമ, ഷഹാന, ജന്ന, പിന്നെ പറമ്പിൽ പീടിക മൈമൂന കൊടുവള്ളി. ഇത്രയും ആളുകളാണ് അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ അവസാനം തന്ന സമയം കഴിഞ്ഞതിന് ശേഷം തന്ന ആൾക്കാർ ചിലപ്പോൾ ചിലത് വിട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമുക്ക് താൽക്കാലികമായിട്ട് നറുക്കെടുപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു സമയം കഴിഞ്ഞാൽ പിന്നെ നോക്കലുണ്ടാവില്ല എന്ന്. ഇതിൽ 10-ൽ 10 നേടിയ ആളുകൾ ഫാത്തിമ MM, മൈമൂന കണിയാപുരം, ബദുർനീസ പെരുന്താറ്റിരി, താഹിറ MTP, അതുപോലെ തന്നെ റുക്കിയ N കടന്നമന്ന, സക്കീന 041 എന്നുള്ള സക്കീന നമ്പർ, പിന്നെ അതുപോലെ തന്നെ സുബൈദ ഹംസ ചോലക്കര റാഷിദ UAE, അതുപോലെ തന്നെ അഫ്സാന മൈലാട്ടുകോണം, ഖദീജ പുതുപ്പാടി, ഷാഹിദ TP, ഫാത്തിമ നബീസ, സാജിദ ഇരിങ്ങാട്ടിരി, റിയ KN മഞ്ചേരി, അമീൻ എറണാകുളം, ജാസ്മിൻ ഷംസുദ്ദീൻ, ഖദീജ ജമാൽ, ആയിഷ മിൻഹ, അതുപോലെ തന്നെ ഫാത്തിമ തിരൂര്, BBMA പയ്യോളി, ഫാത്തിമ മാവൂര്, നഫീസ KK, സുഹറ ബായാർ, ഷാഹിദ TP കണ്ണൂർ, നഫീസ താമരശ്ശേരി. ഇത്രയും ആളുകളാണ് പിന്നെ 10-ൽ 10 നേടിയ ആളുകൾ. ഇൻഷാ അല്ലാഹ് ഇതാണ് നമ്മളെ നറുക്കെടുക്കുന്ന ബോക്സ്. താഹിറ MTP, ഇൻഷാ അല്ലാഹ് അഥവാ സ്റ്റെക്ക് ആവുന്നുണ്ടെങ്കിൽ ബേജാറാണ്ടത് വീഡിയോ സേവ് ആയിരിക്കുന്നതാണ്. സുബൈദ TP, ഖദീജ പുതുപ്പാടി, സുബൈദ ചേലക്കരയാണല്ലോ, ആകട്ടെ. മൈമൂന കണിയാപുരം, റാഷിദ UAE,
ഫാത്തിമ MM, സക്കീന 041. ഈ നമ്പർ എഴുതിക്കണം എന്തിനാ വെച്ചാൽ ചിലപ്പോൾ ചിലത് സുബൈദ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അവസാനം അത് രണ്ട് പേരുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനാണ്. നഫീസ KK, ബദുർനീസ, ആയിഷ, ഖദീജ, ഫാത്തിമ, റിയ KN മഞ്ചേരി, സുബൈദ ഹംസ, നഫീസ, ബീവി, അമീൻ എറണാകുളം കഴിഞ്ഞു. ഫാത്തിമ തിരൂര്, സുഹറ ബായാറ്, സാജിദ, ജാസ്മിൻ. അഥവാ ഏതെങ്കിലുമൊക്കെ അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഷാഹിദ TP. വാട്സപ്പിലായതുകൊണ്ട് നമ്മൾ നോക്കിയെടുത്തിട്ടുണ്ട്. നോക്കിയതിൽ വല്ല മിസ്റ്റേക്കും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ക്ഷമിച്ചാൽ വളരെ സന്തോഷം. നമ്മളെ പരീക്ഷ റുക്കിയ അപ്പോൾ കഴിഞ്ഞു. ഇത് മൂടാൻ പോണ്. പിന്നെ 2 ആളുകൾക്കാണ് കാണുന്നുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഏതായാലും വരും. പിന്നെ നമ്മളെ വീഡിയോ വരും, ക്ലിയർ ആയിട്ടുള്ള വീഡിയോ വരും. നമ്മൾ ഫസ്റ്റ് പ്രൈസ് പറഞ്ഞിരുന്നത് വിശുദ്ധ ഖുർആൻ അല്ല, ഒരു അത്യാവശ്യം നല്ല ക്ലിയറുള്ള ഒരു ഖുർആൻ ഒന്നാമത്തെ അയച്ചു കൊടുക്കുന്ന പറഞ്ഞ്. രണ്ടാമത്തെ ഒരു 313 രൂപ ഇൻഷാ അല്ലാഹ്. അതല്ല ഈ അടിച്ച ആൾക്ക് ഇനി ഖുർആൻ വേണ്ടെങ്കിൽ 750 രൂപ അയച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഖുർആൻ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഖുർആൻ ഉണ്ടെങ്കിൽ, പിന്നെ നല്ല ഖുർആനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും പിന്നെ വിശുദ്ധ ഖുർആൻ അത് എന്ത് ചെയ്യുക, ഖുർആൻ കിട്ടുമ്പോൾ അതുകൊണ്ട് ഓതുമ്പോഴും അതൊക്കെ ഒരു വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ. ഒരു സമ്മാനം കിട്ടുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് ഓതാനുള്ള ഒരു പ്രചോദനം കൂടി കിട്ടും. ഇതിലുള്ള ആളുകൾ മുഴുവനും വിജയികളാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ പിന്നെ ഒരുപാട് ആളുകൾ പങ്കെടുക്കാൻ കഴിയാത്ത വിഷമിക്കുന്ന ആളുകളുണ്ട്, പ്രായമുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഏതായാലും തൽക്കാലം ഇപ്പോൾ നമ്മളൊരു പിന്നെ നമുക്ക് പഠിച്ചിട്ടുണ്ടോ എങ്ങനെയുണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയുള്ള ചെറിയൊരു ടെസ്റ്റ് മാത്രമാണ്. നമ്മൾ ഖുർആനിൽ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾക്കിതൊരു ദൂരത്തൊരു ചെറിയൊരു ചലഞ്ച് എന്ന് മാത്രം. നമുക്കൊരു പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇത്രയും ആളുകൾക്കിടയിൽ നമുക്കൊരു വിശുദ്ധ ഖുർആൻ്റെ ഒരു സമ്മാനം കിട്ടിയെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു സംഭവമാണ്. അത് വല്ലാത്തൊരു സന്തോഷം തന്നെയായിരിക്കും. അപ്പോൾ ആ നിലക്കാണ് നമ്മളെ പരീക്ഷ വെച്ചിട്ടുള്ളത്. ഇനി കൂടുതൽ പഠിക്കാനുള്ള ഒരു ആവേശം കൂടി നമുക്കുണ്ടാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ, കുടുംബജീവിതത്തിൽ, മക്കളിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇബാദത്തുകളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൊക്കെ നല്ല ധാരാളം ഹൈറായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞു. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അറിയുന്ന റഹ്മാനായ റബ്ബ് എല്ലാം കൊണ്ട് പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമങ്ങളൊക്കെ, രോഗങ്ങളൊക്കെ പരിപൂർണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. നിങ്ങളും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഒരുപാട് ആളുകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്
ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും നീക്കി സന്തോഷത്തോടുകൂടെ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിട്ട് മരിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സുഖലോക സ്വർഗീയ ലോകത്തൊക്കെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നറുക്കെടുപ്പ് എടുക്കുകയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നെടുത്തിട്ടുണ്ട്. കാണുന്നില്ലേ? അഫ്സാന, പിന്നെ മൈനാട്ടുകോണം 17 എന്നുള്ള നമ്പറിലുള്ള ആളാണ് അഫ്സാന. ഫസ്റ്റ് പ്രൈസ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആള് ഇതിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് വിടുക. സുബൈദ ഹംസ, പിന്നെ ചോലക്കര. ബാക്കിയുള്ളതൊക്കെ ഇതിലുണ്ട് ഇൻഷാ അല്ലാഹ്. റഷീദ, ബീവി, അമീന്. ഒന്നുകൂടി കാണിക്കണം എന്തിനാ വെച്ചാൽ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. താഹിറ, റിയ, റുക്കിയ, സുബൈദ, ഖദീജ, പുതുപ്പാടി, ഫാത്തിമ, സാജിദ, നഫീസ, ആയിഷ, നഫീസ 2 ഉണ്ട്. രണ്ടും നമ്പർ മാറ്റമുണ്ടാവും. അവസാനമുള്ള നമ്പർ ഫോണിൻ്റെ നമ്പറാണ് 31. ഇത് ബദറുന്നീസ, ഷാഹിദ, മൈമൂന, സക്കീന, ഫാത്തിമ, നബീസ, ജാസ്മിൻ, ഫാത്തിമ MM, സുഹറ ബായാർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ 2 ഫസ്റ്റ് അഫ്സാന, സെക്കൻഡ് സുബൈദ 26 എന്നുള്ള നമ്പർ, ഇത് 17 എന്നുള്ള നമ്പർ. ഫസ്റ്റ് അഫ്സാന 17 എന്നുള്ള നമ്പർ, ലാസ്റ്റ് 17 മൊബൈലിൻ്റെ നമ്പറാണ്. സുബൈദ എന്നുള്ളത് 26 എന്നുള്ള നമ്പർ. അല്ലാഹു അക്ബർ. വിജയികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇതിൽ ഈ പങ്കെടുത്ത ആളുകൾ മുഴുവനും പിന്നെ 10-ൽ 10 നേടിയ ആളുകളാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇനിയും ധാരാളമായിട്ട് പഠിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നീ അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളി. സക്കീര, റാഷിദ, സുബൈദ ഹംസ, അതുപോലെ തന്നെ FK ടോക്സ്, ആമീൻ, സലീന, സുബൈദ ഇവരാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാ പേരും ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്.
ഏതെങ്കിലും അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഏകദേശം 10-25ഓളം ആളുകൾ 10-ൽ 10 നേടിയ ആളുകളാണ്. ബാക്കി ഞാൻ നേരത്തെ വായിച്ച പോലെ 10-60ഓളം ആളുകൾ തന്നിട്ടുണ്ട്. അതിൽ അവസാനം വായിച്ച ആളുകൾ ലാസ്റ്റ് സമയം കഴിഞ്ഞതിന് ശേഷം തന്നതാണ്. സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ 9:15 നിശ്ചയിച്ചതായിരുന്നു. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ പിന്നെ തന്നവർക്ക് മാത്രമേ നോക്കിയിട്ടുള്ളൂ. പിന്നെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ 1-2 ആൾക്കാരൊക്കെ അയച്ചിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ പിന്നെ ഇത് എഴുതിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും അവർ നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പരീക്ഷയിൽ എന്ത് ചെയ്യുക, സമയം പാലിക്കുക. സമയത്തിന് എന്തിനു വെച്ചാൽ ഒരുപാട് ആളുകൾ അയച്ചു തരുമ്പോൾ അപ്പോൾ അതെല്ലാം കൂടി നോക്കാനുള്ളൊരു സമയം ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതൊരു പ്രയാസമാവും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ കൃത്യമായിട്ട് ലൈവിലുള്ള വീഡിയോ കൃത്യമായിട്ട് വരുന്നതായിരിക്കും. അത് സേവ് ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.